ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇപ്പൊ അലക്സ എന്ന് പറഞ്ഞ പുള്ളിക്കാരി വയലന്റ്. എന്റെ പേര് അലക്സ എന്നല്ലോ എന്ന് പറഞ്ഞു. ആളുകൾ പുറത്തുനിന്ന് ഈ പേരായിരിക്കും ഇന്ന കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോ ആരോ വന്ന് ചോദിച്ചു അലക്സ അല്ലേ എന്ന്. എന്റെ പേര് അലക്സ ഒന്നും അല്ല. അങ്ങനെ ഈ ഹോസ്റ്റ് ഹണ്ടിങ് വീഡിയോ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ പോയിട്ട്. കേരളത്തിൽ പ്രേതമൊന്നും ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട് അല്ലല്ല, അതെന്റെ കൂട്ടുകാരനുണ്ട്. അവന്റെ വീട് തമിഴ്നാടാ. അപ്പൊ അവനിങ്ങനെ പറയും, എടാ എന്റെ വീടിന്റെ അടുത്ത് മറ്റേ ചെലങ്കയുടെ സൗണ്ട് ഒക്കെ കേൾക്കും, പിന്നെ പ്രേതം സൈക്കിളിൽ പോകും എന്നൊക്കെ പറയും. അപ്പൊ നമ്മള് മൈൻഡിൽ സാധനം വരും, പ്രേതം സൈക്കിളില് എന്നാ പിന്നെ പോയി കാണാന്ന് പറഞ്ഞ് പോയതാ. അപ്പൊ എല്ലാരും ഉണ്ട്, പേടിയുണ്ട് ശരിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് അകത്ത് വീടിനകത്ത് ഇരിക്കുക. അപ്പൊ അങ്ങനെ പോയതാ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷെ ഒന്നും കണ്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ചോദിക്കാണ്, ഇപ്പൊ ഒരു നമ്മള് രണ്ടുപേരും കായലില് മീൻ പിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഒരു 5-6 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരും മീൻ പിടിച്ച് പോവാണ്. ഇപ്പൊ നീ കാണുകയാണ് ഓൾറെഡി എല്ലാവരും ഫിഷിങ് ചെയ്യുന്നതും അതിന്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും. എങ്ങനെയായിരിക്കും അമലിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ട് അമൽ ചെയ്യാൻ ആഗ്രഹിക്കുക? ഇനീഷ്യലി തന്നെ പറയായിരിക്കും എനിക്ക് നീന്താൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ കടലിലേക്ക് എടുത്തിയാടും. ഈ കോണ്ടന്റ് ക്രിയേഷനിൽ വന്നതിന് ശേഷം വന്നൊരു അതിന്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് തോന്നുന്ന കാര്യം, ഇത്രയധികം റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്, അപ്പം നമുക്ക് മനസ്സിലാവും ഇതിന്റെ തെറ്റാണ് ഇതിന്റെ ശരിയാണെന്ന് ഓൾറെഡി എനിക്കറിയാൻ ചിന്തിക്കുന്ന ഒരാളായിരിക്കുന്നത്. എങ്കിലും ഈ കോണ്ടന്റ് ക്രിയേഷന്റെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ? ഫെയിം ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. വീഡിയോയിൽ ഒരാളെ പറ്റി പറയാതിരിക്കുക, അത്രേ ഉള്ളൂ. അത് ഞാൻ ആലോചിക്കാറുണ്ട്. വേറെ ആളുകളെ ഒരാളെ കുറിച്ച് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവ് പറയരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ആളുകൾ ഇപ്പോഴും ഭയങ്കര കൗതുകത്തോടെ ചോദിക്കില്ല, ഇത്രയും പാവമായിട്ടുള്ള ഇത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഇവരെങ്ങനെ ഇത്രയധികം സ്ട്രോങ് ആയിട്ട് മാറിയത് എന്നൊരു ട്രാവൽ ഉണ്ടാവല്ലോ. അല്ല, അത് നമ്മൾ മാറിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ നമ്മളെ കൊല്ലുന്ന പോലെ ആയിപ്പോ. ശരിക്കും ഓരോരുത്തരും ഓരോ ആൾക്കാരും ഓരോ ബ്രാൻഡ്, അപ്പൊ അവരെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക, അതാണ് മെയിൻ. ഇപ്പൊ ഓൾറെഡി വീഡിയോസില് ശ്രീഹരിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ബോക്സിൽ നിറച്ചും ശ്രീഹരി 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 എന്നാണ്. കൂടുതലും ഗേൾസ് ആയിരിക്കും. ഗേൾസ് ആണ്. ഗേൾസിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തൊരു ചോദ്യം ചോദിക്കാണ്, പ്രായം കഴിഞ്ഞ ഒറ്റക്ക് പോയിട്ട് ചായ കുടിക്കുക, ഒറ്റക്ക് ട്രാവൽ ചെയ്യുക, ഒറ്റക്ക് സിനിമ കാണുക, ഈ ഒരു ഇതിലേക്ക് മാറുമല്ലോ. അങ്ങനെയുള്ളവര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്നതാണ് പറയുന്നത്. ശരിക്കും എങ്ങനെയാ തോന്നുന്നത്? ഒറ്റക്ക് ഒരു സമയം വരെ നമുക്ക് ഒരു കൂട്ടില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ. അത് ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്കുള്ള ഒരു ഐഡിയ വേറെ ആരോടും പറയാണ്ട് നമ്മൾ നമ്മളോട് തന്നെ പ്രൂവ് ചെയ്യാണ് നിന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആളുകളും വീഡിയോസ് കാണുന്നുണ്ട്, കുട്ടികളാണ് കൂടുതലും കാണുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന കാര്യത്തിലുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അവരാണ് കൂടുതൽ കാണുന്നത്, ചിലപ്പോ ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ വിചാരിച്ച് ശ്രദ്ധിച്ച് ചെയ്യാറുണ്ടോ? നമ്മൾ ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതുമ്പോ തന്നെ ഒരു വാക്കാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്ന് തോന്നിയിട്ടുണ്ട്. ചെറിയ വാക്കായിരിക്കും, പക്ഷെ അത് അവര് എടുക്കും. നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുമല്ലേ, അപ്പോൾ ചേട്ടൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട് കുട്ടികൾ. അപ്പൊ അത് നോക്കാറുണ്ട്. ഇതേപോലെ ആരെങ്കിലും നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ആ രീതിയില് ഭയങ്കര വിഷമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ ജഡ്ജ്മെന്റൽ ആയി പോകുന്ന സിറ്റുവേഷൻസ്? അതുണ്ട്, അങ്ങനെയുണ്ട്. അത് ഇപ്പോ നമുക്കറിയാത്ത ആളുകളായിരിക്കും. ഇപ്പൊ എല്ലാവരെയും നമുക്ക് അറിയണമെന്നില്ല. അപ്പൊ അവര് വീഡിയോ കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ഒരു ടേം തന്നെ ഇല്ല ഇപ്പൊ പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു. ഒരു ബേസിക്കലി ഒരു വിർച്വൽ റിലേഷൻഷിപ്പിൽ ഉള്ളൊരു സംഭവം. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു വരുന്നതേ ഉള്ളായിരുന്നു. നമുക്കറിയത്തില്ല, പക്ഷെ അവര് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. അപ്പൊ നമ്മള് മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ റൂഡാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാം ചെയ്യുന്ന കാര്യം എപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സ്റ്റോറീസ്, പോസ്റ്റ്, ഒരു വിഷയമൊക്കെ അവരെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അവർ അതുപോലെ ആകും എന്നും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദോഷവും
പോസിറ്റീവ് വശമൊക്കെ നമ്മുടെ കയ്യില് മുൻപിലുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഓൾറെഡി ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ അതൊക്കെ തോട്ടില് പോകാറുണ്ട്. ഓൾറെഡി ഇപ്പം നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ തുടങ്ങുകയാണല്ലോ. അപ്പൊ എന്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് ഇപ്പം നമ്മുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു രീതിയിൽ പ്രസന്റേഷൻ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് ചെയ്യുമോ? എന്ത്? ഇപ്പം ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്, നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു ഇന്റർവ്യൂ. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഇൻട്രോ കൊടുത്തു, പക്ഷെ അമലിന്റെ ഒരു സ്റ്റൈലില് ഒരു നമ്മുടെ വീഡിയോ ചെയ്യണം. അത് ഭയങ്കര പാടായിരിക്കും. ട്രൈ ചെയ്യാം നമുക്ക്. എനിക്കിങ്ങനെ പറയാൻ പാടായിരിക്കും. ഞാനാണെങ്കിൽ തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് പുറത്തേക്കെങ്കിലും പോകും. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇപ്പം നമ്മൾ 100 പേര് ഒരു സാധനം ചെയ്യുക, അല്ലെ 99 പേര് ഒരു സാധനം ചെയ്യുക. ഒരാൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താൽ ആ ഒരാളെ കാണാൻ ആൾക്കാർ കാണും. പിന്നെ നമ്മൾ ചെയ്ത കാര്യം 99 പേര് ചെയ്യുവാണെങ്കിൽ ആ 99 പേര് ചെയ്ത കാര്യം നമ്മൾ ചെയ്താൽ മതി, നേരെ റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ബാക്കിയുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഇരിക്കണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ നോട്ടീസ് ചെയ്യണം, എല്ലാവരും പോലെ ആവരുത്. അതാണോ? എല്ലാവരും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്താൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവര് ഇതാ ചെയ്യുന്നത്, ഇയാൾ ഇതാ ചെയ്യുന്നത്, അപ്പോൾ അത് തന്നെ ഒരു ടെക്നിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മള് രണ്ടുപേരും കായലില് മീൻ പിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഒരു 5-6 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരും മീൻ പിടിച്ച് പോവാണ്. ഇപ്പൊ നീ കാണുകയാണ് ഓൾറെഡി എല്ലാവരും ഫിഷിങ് ചെയ്യുന്നതും അതിന്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും. എങ്ങനെയായിരിക്കും അമലിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ട് അമൽ ചെയ്യാൻ ആഗ്രഹിക്കുക? കുക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനീഷ്യലി തന്നെ പറയായിരിക്കും എനിക്ക് നീന്താൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ കടലിലേക്ക് എടുത്ത് ചാടും. അപ്പൊ അങ്ങനെ ചത്തുപോയിരിക്കും. ചെറുതായിട്ട് ഈ ആളുകളെ ചിലപ്പം ഇപ്പൊ നമുക്ക് നീന്തൽ അറിയെങ്കിലും നമ്മൾ ഓൾറെഡി ആളുകളെ പെട്ടെന്ന് വീട് കാണാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യില്ലേ ഇത്ര കോണ്ടന്റ്, അങ്ങനെയും മാറ്റിമറിച്ചൊക്കെ ചെയ്യാറില്ലേ? വെർബലി ഹുക്ക് ചെയ്യാം, വിഷ്വലി ഹുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വെറൈറ്റി കോണ്ടന്റ് ആണ് ഇവിടുത്തെ മെയിൻ. അങ്ങനെയില്ല, പ്രേക്ഷകർ എന്ത് കാണും എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. കാരണം ഇത്ര 7 മാസം ഇതിനു വേണ്ടിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ചതൊന്നും വെറുതെ ആവില്ല. റിസർച്ചിന് ശേഷമാണ് ആദ്യത്തെ വീഡിയോ ഇറക്കണേ. അല്ല, ആ സമയത്ത് എഡിറ്റിംഗ് പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ എഡിറ്റിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇതെന്താണ് ചെയ്തു വെച്ചേക്കുന്നത് ചോദിക്കും. അപ്പൊ എന്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളുണ്ട്, പുള്ളി ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിനക്കിതൊന്നും പറ്റൂല എന്നൊക്കെ പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ഫീഡ്ബാക്ക് തന്നെയാണ്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളൂ. ഓരോ വീഡിയോയിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ആക്കാം. അമലിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഒന്നുമില്ല, രാവിലെ എഴുന്നേക്കും, ഫോൺ സ്ക്രോൾ ചെയ്യും. ഫുഡ് കഴിപ്പ് കുറവാ, കണ്ടറിഞ്ഞു. എല്ലാവർക്കും സ്ലിം ആയിരിക്കണം എന്നാണല്ലോ, പക്ഷെ കുറവാണ്. എന്താണ് ഫുഡ് ഒന്നും കഴിക്കാതെ ഫുൾ ടൈം ഫോണിൽ തന്നെയാണോ? അമ്മമാരൊക്കെ പറയണ പോലെ ശരിക്കും ഇപ്പത്തെ ഓൾറെഡി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ എപ്പോഴും പ്രശ്നം നമ്മളെ വീഡിയോസ് കാണുമല്ലോ, ഫുൾ ടൈം റീൽ കണ്ടവിടെ ഇരിക്കും. നമ്മളൊന്ന് ക്രിയേറ്റീവായി ചെയ്യില്ല, നമുക്കൊരു കുറ്റബോധം വരും. നമുക്ക് ദൈവമേ നമ്മൾ അത് തോന്നാറുണ്ടോ? ഓക്കെ, ഇടയ്ക്ക് ഉറങ്ങാൻ നേരം ഒന്നും ചെയ്തില്ല, അങ്ങനത്തെ ഒരു സാധനം വരാറുണ്ട്. ഇപ്പം റീല് കണ്ട് ഫുഡ് കഴിക്കാതെ ഇരുന്ന ഒരു ദിവസം തീർന്നു. എങ്ങനെ? ഇപ്പൊ കുറച്ച് മാറ്റമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി, അങ്ങനൊക്കെ മാറ്റം. കുറെ ടെൻഷനും സ്ട്രെസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. ഞാൻ ഇറങ്ങിയപ്പോഴേക്ക് തന്നെ പഠിക്കാൻ തുടങ്ങിയത് എങ്ങനെ മെന്റലി കുറച്ച് സ്ട്രോങ് ആവാന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഡൗൺ ആവുമായിരുന്നു പണ്ട്. അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട അല്ലേ? നെഗറ്റീവ് കമന്റ്സ് അതെങ്ങനെ മാനേജ് ചെയ്യാം, ആ ഒരു സ്ട്രെസ് റിസർച്ച് ചെയ്ത് പഠിച്ചു. അത് പഠിക്കാനൊന്നുമില്ല, അത് എക്സ്പീരിയൻസ് ആയിട്ട് തെറിയൊക്കെ വരുമ്പോൾ പഠിച്ചോളൂ. വന്നിട്ടില്ലല്ലോ നെഗറ്റീവ്? ആദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ എടുത്ത് ഇത്രയും ലോലനായിട്ടുള്ള? കരഞ്ഞൊന്നുമില്ല, പക്ഷെ വിഷമം വരും. പക്ഷെ അത് അങ്ങ് പോട്ടെന്ന് വിചാരിക്കും. ഒരു ടൈം കഴിയുമ്പോഴേക്കും എല്ലാം മാറും, അങ്ങനെ വിചാരിച്ചത്. ഇപ്പോ എന്താ പറയുക, ഇന്ന് നടക്കുന്നൊരു സംഭവം ചിലപ്പോ ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിന് റെലവെന്റ് ആയിരിക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. കുറച്ച് നല്ല രീതിയിൽ എത്തിക്സ് ആയിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ തെറ്റൊക്കെ ആണെങ്കിൽ പിന്നെ റിഗ്രറ്റ് അടിക്കത്തുള്ളൂ. ഇത് ഇപ്പം നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആണെങ്കിലും ഇന്ന് വന്നത് അടുത്ത ആഴ്ച നമ്മൾ ഓർത്തിരിക്കണം എന്നില്ലല്ലോ. അപ്പൊ അതെ, അങ്ങനെ ഉള്ളു. ഈ കോണ്ടന്റ് ക്രിയേഷനിൽ വന്നതിന് ശേഷം വന്നൊരു അതിന്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് തോന്നുന്ന കാര്യം, ഇത്രയധികം റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്, അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഇതിന് തെറ്റാണ്, ഇതിന്റെ ശരിയാണെന്ന് ഓൾറെഡി എനിക്കറിയാൻ ചിന്തിക്കുന്ന ഒരാളായിരിക്കുന്നത്.
എങ്കിലും ഈ കോണ്ടന്റ് ക്രിയേഷന്റെ ഒരു നെഗറ്റീവ് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ? നെഗറ്റീവായിട്ട് തോന്നിയത് ഫെയിം ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ ഓർഗാനിക് ആയിട്ട് പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും, കുറച്ച് പാടാണ്. അപ്പോൾ ആ രീതിയിൽ പോയാൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും കുറച്ച് കാലം. പിന്നെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കൂലേ, ഇപ്പോൾ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ മാറും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫീൽഡ് ഔട്ട് ആവാണ്ട് പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത് വലിയൊരു കാര്യമാണ്. പിന്നെ വീഡിയോയിൽ ഒരാളെ പറ്റി പറയാതിരിക്കുക, അത്രേ ഉള്ളൂ. അത് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരാളെ കുറിച്ച് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവ് പറയരുത്, അത്രേ ഉള്ളൂ. അതാണ് ഈ ഇത്ര കാര്യങ്ങളാണ് പഠിച്ചത്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്ത് അത് സക്സസ്ഫുള്ളി നിൽക്കുന്ന ഒരാളാണ്. ഒരു സ്റ്റേജ് വരുമ്പോൾ ഇത്രയും ആളുകൾ ഒരേ സമയം മത്സരിക്കുന്ന ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഒരു വേയിൽ പോകുന്നു, നമ്മുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തണം എന്നൊരു ഗോൾ ഉണ്ടാവും. ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവാം. ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവർ ഭയങ്കര സമാധാനത്തിൽ ഇരുന്നാലേ പുതിയ പുതിയ കാര്യങ്ങൾ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എങ്ങനെ ഇതിനൊക്കെ മാനേജ് ചെയ്യണം? അല്ലെങ്കിൽ ഇത്രയും ലൈഫാണ്, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം, അവലെങ്ങനെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ട്? മൈൻഡൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ എല്ലാം പ്രോസസ്സാണ്, നമ്മളെല്ലാം മൈൻഡ് ചെയ്യണം. അങ്ങനെയൊന്നും ഇല്ല, ഐഡിയാസ് ഒക്കെ വരും, ഒരു ജേണി തന്നെ. അതെ. ഈ ആളുകൾ ഇപ്പോഴും ഭയങ്കര കൗതുകത്തോടെ ചോദിക്കില്ല, ഇത്രയും പാവമായിട്ടുള്ള ഇത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഇവരെങ്ങനെ ഇത്രയും അധികം സ്ട്രോങ് ആയിട്ട് മാറിയത് എന്നൊരു ട്രാവൽ ഉണ്ടാവല്ലോ. അല്ല, അത് നമ്മൾ മാറിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ നമ്മളെ കൊല്ലുന്ന പോലെ ആയിപ്പോ. ശരിക്കും ഓരോ ആൾക്കാരും ഓരോ ബ്രാൻഡ്, അപ്പൊ അവരെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക, അതാണ് മെയിൻ. അതെ. ഇപ്പൊ ഓൾറെഡി വീഡിയോസില് ശ്രീഹരിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ബോക്സിൽ നിറച്ചും ശ്രീഹരി 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 എന്നാണ്. കൂടുതലും ഗേൾസ് ആണ്. ഏറ്റവും കൂടുതൽ വീഡിയോസിൽ ഗേൾ ഫാൻസ് ആണോ? ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ആർക്കാ ഫാൻസ് കൂടുതൽ? അവനായിരിക്കും. അവൾ ഓൾറെഡി ഇപ്പൊ ഞാൻ ഗേൾസിനെ മാത്രം ഡെഡിക്കേറ്റ് ചെയ്തൊരു ചോദ്യം ചോദിക്കാണ്. സിംഗിൾ? ഇപ്പൊ ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടാവില്ലേ? ഓക്കെ, അവർക്ക് സന്തോഷമായി സിംഗിൾ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കുറച്ച് ഫാൻസിലെ ആൾക്കാർ പറയില്ല റിലേഷൻഷിപ്പിൽ ഇല്ലാന്നും പറയും, ഇതൊരു സേഫ് സോൺ ആണ്. ആണോ ശരിക്കും? അർജുന്റെ ഒരു ആളുകളെ അർജുന് പോലെ ടോക്ക് സ്റ്റൈൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വീഡിയോസ് കണ്ടിട്ട്? പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് ഉണ്ട് എന്നത് ആളുകള് ഇല്ല, അവനെ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഇത്രയധികം ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ, ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാറുണ്ട്, പുതിയ ഒരുപാട് കാര്യങ്ങൾ ലേണിങ്സ് കിട്ടാറുണ്ട്. ശരിക്കും അത് ലൈഫിൽ എന്തൊക്കെ പഠിപ്പിക്കും? ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ട്രാവലിംഗിൽ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ യാത്രയിലൂടെ? ഇപ്പൊ ആളുകളൊക്കെ എന്തിനാ ഇത്ര യാത്ര ചെയ്യണേ, വീട്ടിലടങ്ങി ഇരുന്നാ പോരെ, ഈ നാട് മുഴുവൻ ചുറ്റുന്ന എന്തിനാന്നൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ വരെ ചോദിക്കാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ എന്താ ശരിക്കും കിട്ടുന്നത്? എന്തൊക്കെയോ കിട്ടും, പക്ഷേ നമ്മൾ ചെയ്യുന്നതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് ആ ഒരു മൊമെന്റിൽ തോന്നും എവിടെയെങ്കിലും പോകുമ്പോഴേ. അത് തന്നെ മെയിൻ. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോട്ട് വരും, കുറെ ആളുകളെ കാണും. ഒന്നിലും വീട്ടിലിരുന്നാൽ ഭയങ്കര മടുപ്പായിരിക്കും, നമ്മൾ വെറുതെ ഒരു ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കും. അതിലും ഭേദം പുറത്തിറങ്ങിയിട്ട്, എന്ന് പറഞ്ഞാൽ എപ്പോഴും പുറത്തിറങ്ങുന്ന ആളൊന്നുമല്ല, പക്ഷെ അതാണ് മെയിൻ. ഈ യാത്രയിൽ ഏതെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി ഉണ്ടോ? നമ്മൾ ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പുതിയ മനുഷ്യരെ ഈ പറഞ്ഞ ഒരുപാട് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒരു യാത്രയില് അങ്ങനെ ഒരു മെമ്മറീസ് എന്തെങ്കിലും? അത് ഞാൻ പറഞ്ഞ മറ്റേ അത് മുംബൈയിൽ പോയപ്പോ എന്തെങ്കിലും ഒരു യാത്രാനുഭവം? മുംബൈയിലത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിയാണ്, ഒട്ടുമിക്ക എല്ലാവരും. അവിടുത്തെ ലോക്കൽ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ കുത്തി നിറച്ച ആൾക്കാരൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, ഡെയിലി ഇവര് രാവിലെ പോവും, വൈകുന്നേരം വരും. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്ന് ആലോചിക്കാറുണ്ട്. പക്ഷെ അപ്പം നമുക്ക് ചെറിയ വിഷമം തോന്നും. അപ്പം നമ്മൾ കുറച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഗ്രേറ്റ്ഫുൾ ആണെന്ന് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷെ ഇപ്പം ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അല്ലേ, വെറുതെ അതെ, നമുക്ക് സമയം കിട്ടും. അത് നമ്മൾ ജോലി ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ചെയ്യണം. അതെ. ഇനി ഇവിടെ യാത്ര പോകാൻ ആഗ്രഹമുള്ള? ഇനി കുറച്ച് പുറത്തേക്ക് പോകാൻ ആഗ്രഹമാണ്.
രാജ്യം വിട്ടിട്ട് നാട് വിടാവുന്നുണ്ട്. നാട് വിടാനല്ല, ഇവിടെ തന്നെ തിരിച്ചു വരും. ഈ യാത്ര ഇപ്പൊ പോകുമ്പോഴേ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുമോ? അതായത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം, ഇത്ര ഓരോ യാത്രയിലും ഇത്ര കോണ്ടന്റ് ചെയ്യണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുമോ? യാത്ര എൻജോയ് ചെയ്യാൻ പറ്റാറില്ല, കുറവാ. നമുക്ക് ടെൻഷനൊക്കെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാത്രിയിലൊക്കെ ആണല്ലോ ഓരോ സ്ഥലത്ത് കൂടി ചായ കുടിക്കാൻ പോകും. ചായയാണ് മെയിൻ. ചായ കുടിക്കും. ഒരു ദിവസം എത്ര ചായ കുടിക്കും? ഒരു 7-8 എണ്ണം. ഓക്കെ. ഇപ്പൊ ഒറ്റയ്ക്ക് ചായ കുടിക്കുന്നവരുണ്ട്, കൂട്ടത്തിൽ സുഹൃത്തിനെ കൂട്ടി ചായ കുടിക്കുന്നുണ്ട്. ഞാൻ രണ്ട് കാറ്റഗറിയിലുണ്ട്. ഓക്കെ. ഈ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു പ്രായം കഴിഞ്ഞാ ഒറ്റയ്ക്ക് പോയിട്ട് ചായ കുടിക്കുക, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക, ഒറ്റയ്ക്ക് സിനിമ കാണുക, ഈ ഒരു ഇതിലേക്ക് മാറുമല്ലോ. അങ്ങനെയുള്ളവര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിക്കും എങ്ങനെയാ തോന്നുന്നു? ഒറ്റയ്ക്ക് ഒരു സമയം വരെ നമുക്ക് ഒരു കൂട്ടില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ. അത് ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്കുള്ള ഒരു ഐഡിയ വേറെ ആരോടും പറയാണ്ട് നമ്മൾ നമ്മളോട് തന്നെ പ്രൂവ് ചെയ്യാണ് നിന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് ഞാൻ കൂട്ടുകാരനോടും പറഞ്ഞു, വന്നപ്പോഴത്തേനും പറഞ്ഞു, എടാ അങ്ങനെയുള്ളവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ചെയ്താൽ കൊള്ളുവോ എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളൊരു സ്ട്രക്ചർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ട്രീ ഒക്കെ ഉണ്ടാവും, നമ്മൾ ഇത് ചെയ്യും, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേത് ചെയ്യാം, അങ്ങനത്തെ ഒരു പ്ലാനിലായിരിക്കും പോകുന്നത്. ഇവിടെ പ്ലാൻ റെഡി ആക്കിട്ടോ? അതെ. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു പ്ലാൻ കാണൂലേ, ഇപ്പൊ നമ്മൾ വേറെ ആളോട് സജഷൻ ചോദിച്ചാൽ ചിലപ്പോൾ ആ റൂട്ട് വേറെ റീഡയറക്ട് ചെയ്ത് വിടും. അപ്പൊ സജഷൻസ് ഒന്നും ചോദിക്കാറില്ല. ഇല്ല, അതൊരു വലിയ കാര്യമാണ്. കാരണം എല്ലാവരും കൂടെ അവരുടെ അഭിപ്രായം പറഞ്ഞു ഇല്ലത് കൂടെ അതിലും ഭേദം ചെയ്ത് കഴിഞ്ഞാൽ പോയാ പോട്ടെ എന്നുള്ള മെന്റാലിറ്റി. ഈ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല, തീരുന്നവരെ പറയാൻ പാടില്ല എന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയാറുണ്ട്. ചിലര് പറയുന്നത് അന്ധവിശ്വാസമാണ്, പറയുന്നത് എന്താ പുതിയ പുതിയ കാര്യങ്ങളല്ലേ കിട്ടാൻ പോകുന്നത്, നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ചിന്തിക്കും, അത് നന്നായിട്ടായിരിക്കും അതിന്റെ പ്രൊഡക്റ്റ് വരിക. ഏതാ വിശ്വസിക്കുന്നത്? രണ്ടുമില്ല, ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് പറയും, ഇടയ്ക്ക് പറയത്തില്ല, അങ്ങനൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളൂ. ഓക്കെ. ഇനിയിപ്പം ഇന്റർനാഷണൽ ലെവലിലേക്കല്ലേ പോകുന്നത്? പോവാൻ ആഗ്രഹമുണ്ട്, പറ്റട്ടെ. സ്ഥലം പറയില്ല. എനിക്ക് ഏഷ്യൻ കൺട്രീസ് തന്നെ, വിയറ്റ്നാം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അവിടെ പോയിട്ട് കുറച്ച് വെറൈറ്റി കോണ്ടന്റ് ഞങ്ങൾക്ക് തരും. അതൊരു യാത്രയായിട്ടാണോ പോകുന്നത് അതോ കോണ്ടന്റ് ആയിട്ട്? നമുക്ക് രണ്ടും. എൻ്റെ ഒരു ശരിക്കും ഐഡിയ എന്ന് പറഞ്ഞാല്, നമ്മള് മലയാളീസ് കേരളത്തിൽ ആളുകൾ വളരെ കുറവല്ലേ, ഒരു 3.5 കോടി ആൾക്കാരുള്ളൂ. അപ്പൊ നമുക്കിപ്പോ ഒരു വീഡിയോ ഇറക്കിയാൽ അത് കാണാനായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ കോണ്ടന്റ് ചെയ്താൽ ആളുകൾ അവിടുന്ന് ഞാൻ തമിഴ് ചെയ്യുന്നുണ്ട്, അപ്പം ഹിന്ദി ചെയ്താൽ കൊള്ളാന്നുണ്ട്. കൊള്ളാലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഐഡിയാസ് ഉള്ള ഒരാൾക്ക് സിനിമ ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്താൽ പറയും? അങ്ങനെ പ്ലാൻ ഉണ്ട്. അതുണ്ട്. അത് എപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം? ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അതായത് പ്രൊഡക്ഷൻ, ഡയറക്ഷൻ, റൈറ്റിംഗ്, നായകൻ സന്തോഷ് പണ്ഡിറ്റ് മോഡൽ. അയ്യോ ശരിയാട്ടോ, അത് ഒറ്റക്ക് ചെയ്യാന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ ചില പുള്ളിക്കാരൻ ഭയങ്കര ബ്രില്യൻ്റാ, എല്ലാം ചെയ്തു. അതാ ഞാൻ പറഞ്ഞേ, 100 പേര് 99 പേര് ഒരു കാര്യം ചെയ്യുമ്പോൾ പുള്ളി ഡിഫറെന്റ് ആയിട്ട് ചെയ്തു, അത് ആൾക്കാർ നോട്ടീസ് ചെയ്തു. അതെ, അമലിൽ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അമൽ ലവ് സ്റ്റോറി ആണോ ഹൊറർ ആണോ? അതറിയില്ല, അതും മറ്റേ ലിസ്റ്റ് എഴുതിയിട്ട് നമുക്ക് ഏതാണ് ചൂസ് ചെയ്യാം. അങ്ങനെ സിനിമ ആഗ്രഹമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യും, എവിടെയും കിട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു സിനിമ. ഓ കൊള്ളാം. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എഡിറ്റിംഗും ഈ ക്യാമറ ടീം ബിൽഡ് ചെയ്യോ, സുഹൃത്തുക്കൾ? ഇല്ല, അങ്ങനെ വലിയ സർക്കിൾ ഒന്നുമില്ല. അതെ. ഇപ്പൊ ഞാൻ ചോട്ടെ, സൗഹൃദം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ സൗഹൃദം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ചും കൂടി രസമായിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് വരും, ആ ഒരു സപ്പോർട്ട് കിട്ടും. ഇപ്പം അങ്ങനെ ഒരു ടീം ഓഫ് ആളുകൾ ഉണ്ടോ ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ വേണോ? ഈ കോണ്ടന്റ് ക്രിയേഷന് വേണോ ശരിക്കും ഇത്രയും ആളുകൾ? അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, പക്ഷെ നമുക്ക് ആളുകൾ കുറയും. ഇല്ല, അധികം ആളുകൾ വേണ്ടെന്നാണ് അഭിപ്രായം. പക്ഷെ ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ക്രിയേറ്റേഴ്സിനൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു, ചേട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ആരും മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ മെന്ററായിട്ട്, സോഷ്യൽ മീഡിയ മെന്ററായിട്ട് വന്നത് അജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, മലയാളം ടെക്. പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവര് എന്തിനും കൂടെ നിൽക്കും, അങ്ങനെ ഒരു വൈബുള്ള ആൾക്കാരെ. അപ്പൊ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ എന്താ പറയുക, അവർക്കെല്ലാം ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനെ ഒരുപാട് പേരൊന്നും വേണ്ട, കുറച്ച് പേര് മതി.
എന്നും നമ്മൾ ഓക്കെ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. ഇത് ഞാൻ എന്റെ കാര്യം പറയുന്നത്. Yes, yes. അപ്പൊ എല്ലാവർക്കും ഓരോ ഇതാ. ഞാൻ വലിയ അതൊന്നുമല്ല, അപ്പൊ ഞാൻ എന്റെ കാര്യം പറയുന്നു. മനസ്സിലായി. ഇപ്പൊ അമൽ ശരിക്കും ഇപ്പൊ അമൽ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു, അമലിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്. കാരണം നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെയാണ് അമലിനെ നമ്മള് തിരിച്ചറിയുന്നതും ഒക്കെ. വ്ളോഗിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ കാര്യങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ശരിക്കും അമലിന്റെ നാട് എവിടെയാണ്, അവള് എന്ത് ചെയ്യുന്നു, ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്റെ വീട് കോട്ടയം വടവാതൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെ. ഇനി എന്താ അറിയണ്ടേ? വീട്ടിൽ അച്ഛൻ അമ്മയുണ്ട്, പിന്നെ ഒരു പാർട്ണറുണ്ട്, പുള്ളിക്കാരി മെയിൻ ആയിരുന്നു. ഞങ്ങൾ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോഴേ കുറെ പേര് വിചാരിച്ചത് ഈ രണ്ട് കോംബോ ആണ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുന്നത്. ഇൻസ്റ്റയില് റീൽസ് വരുന്ന അങ്ങനെ കുറച്ചുകൂടി പോപ്പുലർ ആയി നിങ്ങളെ വെച്ചിട്ടാണ് ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായത്. ഞാൻ ചോദിച്ചു അതായിരിക്കും ആദ്യത്തെ വീഡിയോ, അതായിരിക്കും ഐഡിയയിൽ തുടങ്ങിയത്. ആ ഒരു ടൈപ്പ് ഓഫ് കുറെ വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അതിന് മുൻപ് തന്നെ ഓൾറെഡി ഒരു ഐഡിയയിൽ ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തു എന്ന് മനസ്സിലായത്. അപ്പൊ ഇത് ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പം അതും ഒരു ഐഡിയ കോണ്ടന്റ് എന്ന രീതിയിലാണല്ലോ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയത്. വേണമെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ഫോളോ ചെയ്യാം, ലൈക്ക് ആ ഒരു ട്രെൻഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം, ബാക്കിയുള്ള ലൈഫ് സ്റ്റോറി കാര്യങ്ങൾ കാണിക്കാം. പക്ഷെ അതൊന്നും ഡിഫറെന്റ് ആയിട്ടാണ് അവൾ വീഡിയോസ് ചെയ്യണേ. അതെന്തുകൊണ്ടാ? അത് കുഞ്ഞിനെ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കുഞ്ഞല്ലേ, അപ്പോ എന്താ പറയുന്നത്, നമുക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ ഇപ്പൊ കുറെ ആളുകളുടെ മുന്നിലേക്ക്. അപ്പൊ എനിക്ക് ഒരു ഒറ്റ വീഡിയോ പ്ലാൻ ഉള്ളായിരുന്നു, ബഡ്ജറ്റ് അലക്സ എന്നുള്ള ഒറ്റ പാർട്ട്. അതിൽ നിർത്തണം എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം കുറെ കഴിയുമ്പോഴേക്കും കാണിക്കാൻ പറ്റും ഞാൻ നമ്മൾ ചെയ്ത അങ്ങനെ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്യാൻ തുടങ്ങി, ആ വീഡിയോസ് വേണം, ബഡ്ജറ്റ് അലക്സ വീഡിയോ വേണം, ബാക്കി വീഡിയോ ഇട്ടാല് ചീത്ത പറയും, നീ പോയി മറ്റേ വീഡിയോ ഇടണം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ അലക്സ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വയലന്റ്. എന്റെ പേര് അലക്സ എന്നല്ലെന്ന് പറയും. ആളുകൾ പുറത്തുമ്പോ ഈ പേരായിരിക്കും. ഇന്ന കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോ ആരോ ഒന്ന് ചോദിച്ചു അലക്സ അല്ലേ എന്ന് ചോദിച്ചപ്പോ എന്റെ പേര് അലക്സ ഒന്നുമല്ല, അങ്ങനെയൊക്കെ പറയും. ആളിപ്പോ വീഡിയോ കാണാറുണ്ടോ? വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? മനസ്സിലാവേണ്ട പ്രായം. പിന്നെ അത് മനസ്സിലാവും. ഈ പുറത്ത് പോകുമ്പോ ഈ ഫാൻസിന്റെ എങ്ങനെയാ, ഇപ്പൊ ഫാമിലിയിൽ വീട്ടിൽ പുറത്തേക്ക് പോകുമ്പോ സ്കൂളിലായാലും എങ്ങനെയാ അവള് ഇത് എടുക്കണേ? കുഞ്ഞല്ലേ, അറിയത്തോലില്ല. ഇല്ല. ഓക്കെ. അതുണ്ടല്ലേ ഒരു 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 പബ്ലിക്ലി പോകുന്ന സമയത്ത് ഒരു പേഴ്സണൽ ലൈഫ് മിസ് ആവണ, അതും ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ കുറക്കാവുന്ന രീതിയില് കുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നെയാണ് കുഴപ്പം. അപ്പൊ അല്ല ഞാൻ പറയുന്നത് കൊച്ചു കുഞ്ഞല്ലേ, അപ്പൊ അല്ല അമലിന്റെ കുഴപ്പം അതാ ഞാൻ ചോദിച്ചത്. അല്ലേ കുഴപ്പമില്ല, ഞാൻ പറയുമായിരുന്നു. ഇൻ കേസ് നെഗറ്റീവ് ആണെങ്കിൽ എന്റെ കൊച്ചിനെ ഒന്നും പറയില്ല. പക്ഷെ കൂടുതൽ ചെയ്യണ്ടെന്നുണ്ട് കൊച്ചിനെ വെറുതെ. ഇനി അവള് കുറച്ച് വലുതായി കഴിയുമ്പോഴേക്കും പറയും നീ എന്തിനാടാ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ അതുകൊണ്ട് വിട്ടതാ. ഇനി അവൾ എപ്പോഴെങ്കിലും വലുതായിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണം പറയുകയാണെങ്കിൽ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു അലക്സ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ എടുത്ത് അവളുടെ ഒരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ ഒരു നമ്മുടെ മനസ്സിലൊക്കെ അത് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി പേര് മാറില്ല, അത് ഓൾറെഡി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. അതൊരു വലിയ കാര്യം, ഭാവിയിൽ നമ്മള് പറയായിരിക്കും. യെസ്. ഓക്കെ. അപ്പൊ നിങ്ങളായിട്ട് ഒരുമിച്ച് ഭാവിയിൽ നമുക്കൊരു വീഡിയോ പ്രതീക്ഷിക്കാം. ഓക്കെ. എങ്ങനെ ഇപ്പൊ ഓരോ ദിവസം ഇപ്പൊ ചെയ്ത് വെച്ചതല്ലാതെ പുതിയ ക്രിയേഷൻ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്, ഇപ്പം എല്ലാവരും ഇപ്പൊ വെറൈറ്റി കോണ്ടന്റ് ആണ് പുറകെയാണ്. സോ എങ്ങനെ ഇപ്പം വീഡിയോസ് എങ്ങനെ തപ്പി പിടിക്കണേ? ശരിക്കും വീഡിയോസ് വായിക്കും കുറെയൊക്കെ. പിന്നെ ഇപ്പം നമ്മള് ഏതെങ്കിലും കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, ഐഡിയാസ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റൂല, നമുക്ക് ഡിറൈവ് ചെയ്തല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് കാണുമ്പോഴേക്കും അതിനകത്തുനിന്ന് ഒരു സ്പാർക്ക് കിട്ടും, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു ഫോർമാറ്റിൽ പോയാൽ നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടും, പക്ഷെ അത് ഇവഞ്ച്വലി അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 3-4 മാസം കൂടുമ്പോഴേക്കും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഹോസ്റ്റ് ഹണ്ടിങ് വീഡിയോ ഉണ്ടല്ലോ, തമിഴ്നാട്ടിൽ പോയിട്ട്, കേരളത്തിൽ പ്രേതമില്ലാത്തവരോട് അല്ലല്ല, അതെന്നെ കൂട്ടുകാരനുണ്ട്, അവന്റെ വീട് തമിഴ്നാടാ. അപ്പൊ അവനിങ്ങനെ പറയും, എടാ എന്റെ വീടിന്റെ അടുത്ത് മറ്റേ ചെലങ്കയുടെ സൗണ്ട് ഒക്കെ കേൾക്കും, പിന്നെ പ്രേതം സൈക്കിളിൽ പോകും എന്നൊക്കെ പറയും. അപ്പൊ നമ്മള് മൈൻഡിൽ സാധനം വരും, പ്രേതം സൈക്കിളില് എന്നാ പിന്നെ പോയി കാണാന്ന് പറഞ്ഞ് പോയതാ. അപ്പൊ എല്ലാരും ഉണ്ട്, പേടിയുണ്ട് ശരിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വീടിനകത്ത് ഇരിക്കുക. അപ്പൊ അങ്ങനെ പോയതാ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷെ ഒന്നും കണ്ടൊന്നുമില്ല.
അത് മനുഷ്യൻ വല്ലതായിരിക്കും. അതെ. ഓൾറെഡി പേടിയില്ലാത്തോണ്ട് 4 സുഹൃത്തുക്കളെയും കൂട്ടിട്ടാണല്ലോ പോയത്. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശരിക്കും അതൊരു ഈ പ്രേതത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ ശരിക്കും? ഇല്ല, കണ്ടിട്ടില്ലല്ലോ, ഇനി കാണുമ്പോ വിശ്വസിക്കും. ശരിക്കും ഇതൊരു കോണ്ടന്റ് ആക്കാമെന്നത് ഐഡിയ വീഡിയോ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണോ? അല്ല, അത് യൂട്യൂബിലുണ്ട്. അത് ആ കറക്റ്റ് സ്ഥലത്ത് തെങ്കാശി ഗോസ്റ്റ് എന്ന് പറഞ്ഞ് CCTV അടിച്ചാൽ വരും. ഓക്കേ, അപ്പൊ ഉള്ളത് തന്നെയായിരുന്നു അവിടെ പോയിട്ടാണ്. ആ ഏരിയയിൽ കുറെ ആളുകളൊക്കെ മരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, കുറച്ച് പേരൊക്കെ സൂയിസൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറുതെ ഓൾറെഡി ഇത് റിസർച്ച് ചെയ്യല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പേടി ഉണ്ടാവല്ലോ, എന്നിട്ടും രാത്രി പോയിട്ട് വീഡിയോ ചെയ്യാനല്ലോ. അതുകൊണ്ടാണ് 4 പേര് പോയത്. നമ്മള് വീഡിയോയിൽ ഒരാൾ പോയെന്നാ പറയുള്ളൂ.